to one and all. I am Missy Joy. Today is a very auspicious day, right? We all are gathered here in this platform to celebrate a proud day for India. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ 72ാം റിപ്പബ്ലിക് ദിനം നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും 1947 രാജ്യം സ്വതന്ത്രമായെങ്കിലും ഇന്ത്യ ഒരു സ്വതന്ത്ര പരമോന്നത റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26-നാണ്. അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് വേണ്ടി പൊരുതിയില്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് സ്വതന്ത്രമായി ഒത്തുചേരുവാനോ സംസാരിക്കുവാനോ കഴിയുമായിരുന്നു. നാം അവരോട് എത്ര കടപ്പെട്ടിരിക്കുന്നു അല്ലേ? ആയതിനാൽ ഇതാ ഇന്ന് അതിനായി ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. I proudly welcome you all to IKEA 2021. It is mark of our undying tradition to invoke the Almighty at the beginning of an important event. So അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. I like to call upon Needu to pray for us. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാശക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നമ്മുടെ പ്രോഗ്രാം ഇതാ ആരംഭിക്കുകയായി. ആദ്യമായി നമ്മെ ഏവരെയും സ്വാഗതം ചെയ്യുവാനായി ആര്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇന്ന് ജനുവരി 26. നമ്മുടെ ഭാരതം 72ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ അഭിമാന വേളയിൽ ആദ്യം തന്നെ ഏവർക്കും എൻ്റെ ഹൃദയം നേർന്ന റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊള്ളട്ടെ. നാനാത്വത്തിൽ ഏകത്വം എന്ന ഒറ്റ വാക്യം കൊണ്ട് തന്നെ ഇന്ത്യയുടെ നന്മയും സംസ്കാരവും നമുക്ക് ലോകത്തിനു മുൻപിൽ ഉയർത്തിക്കാണിക്കാൻ സാധിക്കും. ഈ തത്വത്തിലൂന്നി നിർമ്മിക്കപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയും. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വതന്ത്രയായെങ്കിലും ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച പല ഭരണ സമ്പ്രദായങ്ങളും നിയമരീതികളും നാം പിന്തുടർന്നു പോന്നിരുന്നു. ഇതിനു പകരമായി സ്വന്തമായി ഒരു ലിഖിത ഭരണഘടന നിർമ്മിക്കുവാൻ ഡോക്ടർ BR അംബേദ്കറിൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും 1949 നവംബർ 26-ന് നമ്മുടെ ഇന്നത്തെ ഭരണഘടനയുടെ ഒരു കരട് രൂപം അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഭരണഘടന 1950 ജനുവരി 26-ന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി ജാതി, മതം, ഭാഷകൾ എന്നിവയാൽ വിഭജിക്കപ്പെട്ട ഒരു പ്രദേശം ഏറ്റവും വലിയ പരമാധികാര രാഷ്ട്രമായി മാറി. ആ ദിനമാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യയിലെ ഓരോ പൗരനും സ്വതന്ത്രമായി ജീവിക്കാനും തങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകി. അങ്ങനെ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി മാറി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ഈ ഭരണഘടനയുടെ 72ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ സോഷ്യൽ സയൻസ് പെഡഗോജിയും കൊമേഴ്സ് പെഡഗോജിയും സംയുക്തമായി പ്രവർത്തിച്ചു പോകുന്ന ഇക്വിലിബ്രിയ എന്ന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഐക്യ 2021 എന്ന പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് പരിമിതികൾക്കിടയിലും തൻ്റെ ഔദ്യോഗികമായ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി സന്നിഹിതനായ നമ്മുടെ വിശിഷ്ടാതിഥി അരുണാചൽ പ്രദേശ് രാജീവ് ഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രവി രഞ്ജൻ സാറിനെ ഏറ്റവും ഹാർദവമായ രീതിയിൽ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. പിന്നെ നമുക്കറിയാം, നമ്മുടെ കോളേജിലെ ഏതൊരു പരിപാടിക്കും ഏറ്റവും വലിയ പിന്തുണ നൽകി നമ്മളെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ PV സുരാജ് ബാബു സാറിനെയും
ഈ പരിപാടിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുവാൻ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ കോളേജിലെ തന്നെ എം.എഡ് വിഭാഗം അധ്യാപകൻ ജേക്കബ് സാറിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി നല്ല രീതിയിൽ നയിച്ച് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകരായ നിഷ മിസ്സിനെയും ജിൻസി മിസ്സിനെയും സുനി മിസ്സിനെയും ബബിത മിസ്സിനെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ മറ്റെല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ആര്യ. ഇന്ന് നമ്മോടൊപ്പം ഒരു വിശിഷ്ട അതിഥി കൂടെയുണ്ട്. താൻ ഒരു പോലീസ് ഓഫീസറാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാനൊരു അധ്യാപകനാണ് എന്ന് പറയുവാൻ ഏറെ താല്പര്യപ്പെടുന്നൊരു വ്യക്തിയാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ തുടർന്നുള്ള അധ്യാപന ജീവിതത്തിൽ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ഫോർ മീ ടു ഇൻട്രൊഡ്യൂസ് അവർ ചീഫ് ഗസ്റ്റ്. On behalf of all gathered here, I welcome Dr. Ravi Ranjan sir to deliver a speech. Respected Dr. P.V. Suraj Babu, Principal, SN College of Education, Muvattupura, Dr. P.J. Jacob, HOD Master of Education, learned members of organizing team of IKEA 2021, and esteemed participants including budding educators. A very good morning to one and all, and more importantly, I wish you all a meaningful and soul-searching 72nd Republic Day of the Union of India. At the outset, I would like to congratulate the learned members of organizing team for selection of the theme IKEA, a small word with a very powerful message, which stands for unity. And when we talk of unity, it is ever so important in the context of the Republic of India, because we are characterized and known globally for our unity in diversity. So congratulations once more the members of organizing team for selection of this very meaningful and grave topic on an occasion which is most suited on it. Friends and all the learned participants, 26th January, I always take an occasion of soul searching. Soul searching as a citizen, soul searching as an educator, and soul searching as an individual. Foremost, when I do the soul searching as a citizen, I am reminded of the 4 words which also constitute the key to unlock the Constitution of India, celebrated globally as the world's greatest document which has been produced in the history of humanity for its sheer flexibility and accommodation of values. The 4 words that I was mentioning are we the people of India. As citizens, we should keep reminding ourselves that the power, the source and center of every constitutional authority lies in we the people of India. So whenever we have to blame that any system or any functionary is not working properly, ultimately the onus lies on us as the people of India, because technically and practically the power originates from us, and it is our responsibility as citizens to realize the same, and there can be no better occasion to realize it than the 26th January or the glorious Republic Day of the Union of India. When I am doing soul searching as a citizen of this country, I am also reminded of my rights as a citizen. I am reminded that my rights are my positive obligations, and at the same time, these are the negative obligations to other authorities which have been provided with lot of powers. So as citizens, we should always be reminded of that I have been blessed and privileged with a number of rights which are not just rare but unique across the global fraternity. But friends, as they say that there can be no right without responsibility. So as citizen, when I am doing my soul searching, I am also reminded of my responsibilities enshrined in part 4A
of the Constitution of India as fundamental duties. So we must always remember and keep ourselves reminding that if we have to exercise our rights, we should always be mindful of our responsibilities. Learned participants, we all are educators. If not all, most of us here are educators. And so, when I do my soul searching as an educator, I am reminded of my most valuable task of nation building as an educator. As an educator, why it is important to remind ourselves that we have the mammoth task of nation building? Because when we compare the situation from 1950 to 2021, though we have progressed a lot, we are now the world's fourth largest economy and among the fastest growing economies of the world. At a time in 1950 when we didn't have enough food to consume, we are not just having enough food, but we are also supplying foods and medicines to other poorer nations at cheaper and more flexible rates, and we should always be proud of that. But in taking pride of our achievement, we must not always forget that there are staring social problems. And more so, when we are talking of social problems, we must not forget that among social problems, the foremost is our jurisdiction of youth. As educators, it is our most humble and most pious responsibility to groom the youth of today as strong and capable citizens of tomorrow. Here I am reminded of among the world's most credible medical journals, which is the Lancet, and the data of which is really drawing our attention to the core. The data says, out of subsequent studies published in 2010 and 2016, that suicide or self-harm has become the second leading cause of death among youth. Now it is a big question mark for all of us. Which kind of a citizenry are we creating? Are we only imparting information or so-called knowledge to our kids or the future generation learners? Here are we definitely failing in character building of the youth, as Mahatma Gandhi used to say, that the sole purpose of education has to be character building. And when he says character building, it is free from all biases, all hypocrisies, just as he defined truth as free from hypocrisy in his book My Experiments with Truth. So when he says character building, he simply defines it in 3 words, and I am putting it for the benefit of once again for all of us, because when I put these words, there always emerges a new meaning to me, and I wish that you also keep these words in your mind, and as you mature with it, I am sure newer meanings and dimensions will emerge to it. So he says character building is nothing but resistance against temptations. So when we are in the greater task of educating our youth, which is nothing other than motivating our youth for the larger idea of a better society, we must always remember that our task is not just imparting information or knowledge, but building their character. Albert Einstein also used to say that the purpose of education is enhancing their imagination power and originality. So as educators, we should always be aware that when we are teaching our kids, more than any information, more than anything else, we should try to make them express their imagination power and originality. Friends, there are number of issues to discuss upon, but there are certain limitations when it comes to online mode of communication. So keeping my talk short, I will move forward to my reflections or soul searching as an individual. And as they say, that the cost of a criticism is to provide a viable or constructive alternative solution. So here when I do my soul searching as an individual, I am reminded of the problem or the core issue where the problem lies, that we as a society or we as a nation are not able to realize the greater goals which our constitutional forefathers had envisioned way back before independence and even at the time of implementation of this great constitution. So the failures of us as educators, as professionals or as a society lies in
making a society based on values. That is my constructive solution. So, keeping aside the abstract talk, my solution will be that when we do our soul searching as individuals, we should always be reminded that we should make every effort so that every form of human value must not be exchanged, converted into some form of exchange value, which has been the outcome of the liberalized economy world over. So as individuals, when we are doing soul searching, we must always focus on our core values of humanity and empathy. And if you ask me in one sentence what can be the solution to the problems which the humanity is staring at the moment, be it the micro issues of suicides or the larger issues of global warming or poverty or unemployment, my solution is empathy. Dear friends, we all are aware of the Gandhian talisman which used to be provided in the first page or the last page of the NCERT books, that whenever you are found in a dilemma, you close your eyes and remember a person whom you have found in the most difficult situation and ask yourself the act that you are contemplating, how it is going to benefit that last person, and you will have your answer. That is my solution to all of you. If we are able to get that, if we are able to empathize with the person who is last in the ladder, I think there will be no other charisma or no other solution which will be required. The only requirement with we as individuals or educators or as citizens of this world's largest democracy is to inculcate that value of empathy within ourselves as individuals or as educators. In the end, thank you for your patient listening. I am truly glad that I could share some of my insights and experiences on this very special occasion. I sincerely wish to thank the organizing team once more and take this opportunity to wish you all a very happy and meaningful 72nd Republic Day of the Union of India. Jai Hind. Thank you, sir, for your valuable words. അടുത്തതായി ആശംസ അറിയിക്കുവാനായി നമ്മുടെ കോളേജിൻ്റെ എല്ലാമായ നമ്മുടെ സ്വന്തം അനീഷ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ പി വി സുരാജ് ബാബു സാർ, ഡോക്ടർ ജേക്കബ് സാർ, മറ്റ് അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ നാട് അതിൻ്റെ 72ാം റിപ്പബ്ലിക്കിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നാം നമ്മുടെ നാടിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാടിനൊരു ഭരണഘടനയുണ്ടെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നാം ഓരോരുത്തരും പെരുമാറുന്നത് ആ ഭരണഘടനയിലെ മൂല്യങ്ങൾക്കനുസൃതമായിട്ടാണോ? നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്നത് അതിനനുസൃതമായിട്ടാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ഭാവി അധ്യാപകർ നമ്മളാണ് നമ്മുടെ ഭരണഘടനയെ വേണ്ട രീതിയിൽ നിലനിർത്തുന്നതിനും അതിൽ പറയുന്ന മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ആവട്ടെ എന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അനീഷ് സാർ. അടുത്തതായി വീണ്ടും നമ്മോട് ആശംസ അറിയിക്കുന്നതിനായി നമ്മുടെ എംഎഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആയ ഡോക്ടർ PG ജേക്കബ് സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ആശംസ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സുരാജ് ബാബു സാർ, നമ്മുടെ ചീഫ് ഗസ്റ്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ രവി രഞ്ജൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, രാജീവ് ഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി അരുണാചൽ പ്രദേശ്, എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ജനുവരി 26 ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന ഒരു ദിവസമാണ്. എന്നാൽ ഇങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ അനേക രാജ്യസ്നേഹികൾ അവരുടെ ജീവൻ ബലിയർപ്പണം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ രാജ്യസ്നേഹികളുടെ ജീവത്യാഗത്തിൻ്റെ പ്രതിഫലമാണ്. ഈ ദിവസത്തിൽ നമുക്ക് അവരെ സ്മരിക്കാം. നമ്മുടെ രാജ്യം ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ഒരു നല്ല സമ്പൽ സമൃദ്ധമായ ഒരു ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം. ഒരു ഉത്തമ പൗരൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാം. അതോടൊപ്പം ലോകം മുഴുവനും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും
എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, Jacob sir. Now hold your breath for the first performance. Yes, Badshah is going to draw the strings of our heart and add his soothing voice to cherish our souls by chanting a poem. Please put your hands together to welcome our first performer, Badshah, to sing a poem. ജി ശങ്കരക്കുറുപ്പിൻ്റെ ജിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട കവിതകളിൽ നിന്നുള്ള ഏതാനും വരികളാണ് ഇവ. മുകളിൽ മിന്നും ഒരു താരമേ ചൊൽക നീ, നഗരയെങ്ങാനും പ്രഭാതമുണ്ടോ, അരിമ കോരുന്ന നീ ജ്ഞാനനമിങ്ങനെ വിരിവതെന്തദ്ഭുത ഹർഷവായ്പാൽ, കുളിർ കോരിയിട്ടിടും നിന്നോടൊപ്പം കിടന്നിളകുകയാണിൻ ഉണർന്ന ജീവൻ, തരളമാം നിൻ കണ്ണി ലോമനെ കാൺമു ഞാൻ, ചിരിയോ തിളങ്ങുന്ന കണ്ണുനീരോ, ഇരുളിൽ നിന്നെന്നും ഇരുളിലേക്കും, സ്വയം മരുവിൽ നിന്നെന്നും മരുവിലേക്കും, പലയുഗമായി കടന്നു ചുറ്റിത്തിരി നരകി മനസ്സിൻ ദുരന്തദാഹം, ഉലകിലെ വേർപ്പും പൊടിയുമേലാതെ നിലയിൽ നിൽക്കുന്ന നീ അറികയില്ല, അഴലിൻ കഥകളെ വിസ്തരിച്ചിടുന്ന പഴയ കാലത്തിൻ സ്മരണ മാത്രം, ഉടനീളമാർന്ന വഴികളിൽ കാൽക്കുഴ നിടറുമെന്നൊട്ടകം നീങ്ങിടുന്നു, പിറകിലും മുൻപിലും രണ്ടു പാർശ്വത്തിലും മുരവിളി അല്ലാതെ കേൾപ്പതില്ല, പിറകിലും മുൻപിലും രണ്ട് പാർശ്വത്തിലും മുരവിളി അല്ലാതെ കേൾപ്പതില്ല. താങ്ക് യു. That was indeed a lovely performance, Badshah. May God bless you. റിപ്പബ്ലിക് ദിനമായിട്ട് ഒരു പാട്രിയോട്ടിക് ഡാൻസ് പെർഫോമൻസ് ഇല്ലാണ്ട് എന്ത് പ്രോഗ്രാം അല്ലേ? സോ ലെറ്റ്സ് വാച്ച് എ ഡാൻസ് പെർഫോമൻസ് ബൈ ദ ഗേൾ സ്ക്വാഡ് ഓഫ് ഇക്വിലിബ്രിയം ക്ലബ്. मेरे वतन के लोगों, जरा आँख में भर लो पानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. ठंडे से आते हैं हमें तड़पाते हैं, वो चिट्ठी आती है तो पूछे जाते हैं कि घर कब लाओगे, कि घर कब लाओगे, लिखो कब लाओगे, कि तुम बिन ये घर सुना सुना है. मैं गया जहाँ भी बस तेरी याद थी, जो मेरे साथ थी, मुझको तड़पाती रुलाती, सबसे प्यारी तेरी सूरत, प्यार है बस तेरा प्यार ही. माँ तुझे सलाम, तुझे सलाम, तुझे सलाम. हो मारे या कोई मारे ना, यहाँ अपनी भी थोड़ी अदा थोड़ा अंदाज है. ऐसे हैं चाहे वैसे हैं, अरे जो भी हैं जैसे हैं, खुद पे हमें नाज है. जाने ना हमको ये जमाना, चाहो तो हमको आजमाना. यारबाज हम, जानसाज हम, इश्कबाज दिल वाले, कहते हैं हमको प्यार से इंडिया वाले, छू लेते दिल के तार से इंडिया वाले, हर जीत छीन ले हार से इंडिया वाले, दुश्मन के छक्के छुड़ा दे हम इंडिया वाले, दुश्मन के छक्के
നാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പല വിശേഷതകളുള്ള നാടാണ് നമ്മുടെ ഭാരതം, അല്ലേ? അതൊന്നും വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല. നമ്മുടെ അമ്മയായ ഭാരതത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ് അടുത്തത്. ഐ ഇൻവൈറ്റ് സാന്ദ്ര സണ്ണി ടു സിംഗ് എ സോങ്. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും പാപമോക്ഷം മുങ്ങി നേടും ഗംഗയും ഋഷിതുല്യമാണെൻ്റെ നാട്, ഹൃദയങ്ങളും നായ നാട്, മതമൈത്രി വാഴുന്ന മണ്ണേ ഭാരതം. കവി കാളിദാസന്റെ നാട്, കവനങ്ങൾ പെയ്യുന്ന നാട്, മനഃശാന്തിയേകുന്ന മണ്ണേ ഭാരതം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഹിന്ദുവും മുസൽമാനും കൈകോർത്തു നീങ്ങും നാട്, സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട്, അന്തനെ അടിയാനെ മാറോടൊതുക്കും നാട്, ഭാഷയും വേഷവും ഭാവം മറന്ന നാട്, ഈ ചോര വീഴാത്ത കർമ്മഭൂമിയിൽ ധീരരായി നാം പാടി നീങ്ങണം, സ്വന്തം മനസ്സിലാളുന്ന സ്നേഹ സന്ദേശമാണ് ഗീതം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. Thank you, Sandra. That was a lovely performance. ഇന്ത്യ എന്ന രാജ്യം അറിയപ്പെടുന്നത് തന്നെ ഐക്യത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും നാട് എന്നാണല്ലോ. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ തീം വരെ ഐക്യം എന്നാണ്. സോ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെയും ഡൈവേഴ്സിറ്റിയും കാണിക്കുന്ന ചെറിയൊരു വീഡിയോ പ്രസൻറ്റേഷനാണ് അടുത്തത്. എൻജോയ് ഇറ്റ്. It is no wonder that India is known for its beauty in diversity. Each and every state of India has umpteen places to visit with their hidden marvels and natural wonders. With 28 states, India stands as one of the most explored places in the world today. It cannot be denied that if a traveler goes on a path to uncover one place, they will certainly end up capturing more. The road to discovery and amazement passes through India. From diverse landscapes to soaring Himalayas, serene beaches to peaceful forests, or historical places to modern cities, Indian states hold everything that an ideal country owns. Ever wondered what all Indian states are famous for? Let's have a look at the specialities of Indian states. Meghalaya, known for its living root bridges and the largest amount of rainfall recorded every year. Meghalaya is also famous for its spices and medicinal plants in the Khasi Hills. Today, this lovely place is also known for Molinong, Asia's cleanest village. Mizoram, one of the least explored states in India. Mizoram is famous for its ancient tribes and distinct wildlife. This highly literate state is well known for winsome valleys and clear rivers. West Bengal, known as the cultural capital of India, its history dates back thousands of years. Also famous for Sundarban forests, tiger reserves, and breathtaking landscapes, this state is home to rich history and has been one of the pioneers of Indian cinema. Nagaland, rich in biodiversity and home to 16 indigenous Naga tribes, this splendid state is also famous for its awe-inspiring scenic beauty and spectacular nature.
Assam, assuredly famous for its tea plantation, oil fields, and silk. Assam is home to diverse wildlife and abundant natural resources. Many ancient temples are also located in this stunning state. Rajasthan, the state that houses Thar Desert and innumerable royal palaces and forts. Rajasthan is known for its royal culture and historical monuments such as Hawa Mahal and the numerous Baoris. Sikkim, with pristine beauty surrounding towering mountains, serene lakes, and flourishing plains, the state is one of the natural wonders of India, sometimes referred to as the Valley of Rice. Sikkim is also famous for numerous Buddhist monasteries. Bihar, one among the oldest cities in India. Bihar is known for its rich culture and history. Once a brewery hub, the state is also famous for Buddhist pilgrimages and the birth of Buddhism. Jharkhand, formerly a part of Bihar. This place is the major steel and coal producer in India, also home to numerous wonderful landscapes and forests. Jharkhand is famous for its oldest tribes and their age-old lifestyle. Haryana, also known as the home of gods on account of its vibrant culture, this state is famous for cows, milk, and agriculture. Haryana is also well known for its automobile industries. Himachal Pradesh, known as the summer destination in India, the state is famous for its hill stations such as Manali, Shimla, Kulu, etc., and has also become a favorite honeymoon station for over a period of time. Also popular for its apples, this beautiful state is stoppage for all bikers, skaters, and rock climbers. Punjab, the land of five rivers, this charming state of India is known for its warm hospitality, home to Golden Temple and numerous religious sites. Punjab is also known for the production of rice, wheat, corn, barley, etc. Sometimes it is also referred to as the state of lassi and aloo paratha. Tripura, one of the seven sister states. Tripura is the most literate state in India. From cultural diversity to folk art and orange gardens to jute cultivation, this state has everything to astonish its visitors. It is also famous for its high quality bamboo products. Uttar Pradesh. This epic state has its own cultural and historical value. Home to the Taj Mahal, one of the new seven wonders of the world. Uttar Pradesh is also famous for religious and cultural places such as Varanasi, Agra, Lucknow, Fatehpur Sikri, etc., and the production of leather goods and crops such as potato, wheat, sugarcane, rice, etc. Uttarakhand, home to many Hindu temples and pilgrimage sites and formerly a part of Uttar Pradesh. This irresistible hill station is also famous for trekking and camping. West Bengal, known as the cultural capital of India. Its history dates back thousands of years. Also famous for Sundarban forests, tiger reserves, and breathtaking landscapes. This state is home to rich history and has been one of the pioneers of Indian cinema. Madhya Pradesh, also known as the heart of the country. Madhya Pradesh is rich in diamond and copper reserves. Famous for its Gajraho temples, this elegant state is full of historical places and monuments. Tamil Nadu, famous for natural resources, Hindu temples, hill stations, and numerous UNESCO World Heritage Sites. It is home to Tamil, one of the oldest languages in the world. Tamil Nadu is also popular for Tollywood, the second largest film producing industry of India. Kerala, known as God's own country.
Kerala is known for its divine backwaters, numerous virgin beaches, boat racing, coconut trees, and beautiful landscapes. Maharashtra. From Bollywood to the shoals of Mumbai, stunning beaches to ancient caves, and the Ganesha festival to rich art and culture, Maharashtra is the state which holds everything to surprise its visitors. It is also known as the land of legendary icons such as Shivaji and Dada Sahib Phalke. Karnataka, known for its Mysuru Palace and Bengaluru, the technology hub of India. Karnataka is also famous for its unforgettable history dating back to thousands of years and delightful hill stations surrounded by peaceful nature. Arunachal Pradesh, also known as the paradise of botanists. Arunachal Pradesh is one of the least explored Indian states. This beautiful state is famous for its scenic beauty spreading from waterfalls to forests and lush valleys to cool mountains. Also well known for its rich heritage and culture. Arunachal Pradesh is home to India's largest monastery, Tawang Monastery. Gujarat. This rich state is famous for its food such as dokla and fafda and dance, garba and dandiya. It is also popular for its business mentalities and thereby producing world-class leaders and businessmen. Goa, unarguably the party capital of India. Goa is famous for pubs, beaches, midnight parties and picturesque landscape. Odisha. This religious state is famous for its centuries-old temples such as Lingaraj Mandir and Konark Temple, and most of these are dedicated to Lord Shiva. Marvelous lakes and dense forests also contribute to the most of its scenic beauty. Chhattisgarh. Infamous for the Naxalities, this place is full of amazement. From ancient forts to Kailash caves, this state has everything which defines its culture and historical value. It is a huge source of electricity for the country. Andhra Pradesh, with religious and cultural significance as its identity. Andhra Pradesh is famous for rivers such as Krishna and Gostani, hills such as Horsley and Papi, temples, the Kuchipudi dance form and production of mica. Also known as the rice bowl of India, Andhra Pradesh is the biggest exporter of rice in India. Madhya Pradesh, also known as the heart of the country. Madhya Pradesh is rich in diamond and copper reserves. Famous for its Gajraho temples, this elegant state is full of historical places and monuments. Manipur, well known for its Manipuri dance. This state is also popular for its rich culture and natural vegetation. Thus, India is a unique country with unity in diversity. Let's bow down our heads to this great nation on this Republic Day. നമ്മുടെ ഈ പ്രോഗ്രാം ഏകദേശം അവസാനിക്കാറായിട്ടോ. അപ്പം ഇനി കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റ് ആകാമല്ലേ? There's a completion of every celebration, but we rely on the faith that there's never an end, but always a beginning. Because the show must go on. Our next performance is our last and final performance. I invite the boy squad of Equilibrium Club. Hey, nada idu sappa beat kolthugada. Majapa. Da. Hey, ready da, vaada. Party coming. Okay.
അടുത്തതായി വേർഡ് ഓഫ് താങ്ക്സ് ആണ്. അതിനായി ഞാൻ നവ്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഇത്രയും തിരക്കുകൾക്കിടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ രവിരഞ്ജൻ സാറിനോട് എൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സാറിനും എൻ്റെയും എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുകൂടാതെ നമ്മുടെ HOD ഡോക്ടർ PJ ജേക്കബ് സാറിനും എൻ്റെയും എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധി കൈകളുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോരുത്തർക്കും എൻ്റെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു നവ്യ. നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. I hope you all have enjoyed this mesmerizing occasion. I, on behalf of Equilibrium Club, thank all of you for attending and remaining with us during this delighting event. നമ്മുടെ ഈ പ്രോഗ്രാം ദേശീയ ഗാനത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. And once again, this is Lizzie Joy. Jai Hind.